ഹലോ ഗൈസ്, നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷമാണല്ലേ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പരിപാടി വെച്ചാൽ നമ്മളൊരു മന്തി എല്ലാരും വിചാരിക്കും നമ്മൾ ഫുൾ ടൈം തീറ്റയാണ് എന്നുള്ള രീതിക്ക്. അങ്ങനെയല്ല, ഇത് സത്യത്തില് ഇത് എവിടുത്തെ കഥയായിരുന്നു സംഭവം. നമുക്ക് കേരളത്തില് കുറച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് മന്തി സ്പോട്ടുകളിൽ ഒന്നാണ് അറേബ്യൻ പാലസ്, എടപ്പള്ളി അറേബ്യൻ പാലസ്. അതുപോലെ ട്രിവാൻഡ്രത്താണെങ്കിൽ ബേത്തൽ മന്തി. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്പോട്ടുകളിലൊന്ന്. അപ്പൊ ഈ എടപ്പള്ളിയിലെ അറേബ്യൻ പാലസിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ബാംഗ്ലൂരുണ്ട്, കമ്പനഹള്ളിയിലുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് മന്തി കഴിച്ചു നോക്കാം. നമുക്ക് പൊതുവെ ബാംഗ്ലൂരിൽ മന്തി കഴിക്കുമ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് ആവാറില്ല. അതെ അതെ, കുഴിമന്തി എന്ന് പറയാറില്ല. ലൈക്ക് കാരണം ഇവിടെ അങ്ങനെ താഴേക്ക് ഇറക്കി വെച്ച് ആ സെറ്റപ്പ് ഇല്ല. പക്ഷെ ഇവിടെ ആ സെറ്റപ്പ് ഉണ്ടെന്നാണ് ഞാൻ റീൽസിലൊക്കെ കണ്ടത് വെച്ചിട്ടാണ് പോണത്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഉച്ചക്ക് 12 മണി തൊട്ട് പുലർച്ചെ 12 മണി വരെയാണ് കട ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ 12 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ മെല്ലെ പോവാന്നുള്ള രീതിക്കാണ്. ഇച്ചിരി വെയിലൊക്കെയാണ്, നമ്മൾ മെല്ലെ മെല്ലെ പതിയെ അങ്ങനെ എത്തും അല്ലേ ചക്ര? നമ്മൾ പോയിട്ട് കാണാം. ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പാർക്ക് ചെയ്യാൻ ഭയങ്കര പാട്ടോ, ഇവിടെ സ്ഥലമില്ല. അവിടെയാണ് കട വരുന്നത്. നമ്മൾ ഇവിടെ ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു സ്ഥലത്തിന്റെ മാറിയിട്ടാണ് പാർക്ക് ചെയ്തത്. ഇപ്പൊ അങ്ങോട്ട് നടക്കട്ടെ അല്ലേ? അങ്ങോട്ട് നടക്കാം. ഫുള്ളായിരുന്നു. പിന്നെ കടയില് നല്ല തിരക്കുണ്ട്. കടയില് ഉള്ളിലോട്ട് അധികം കാണാനില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം തിരക്കുണ്ട്. 2:30 നമ്മൾ എത്തിയപ്പോ. 2:30 വല്ലാണ്ട്. ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. മണ്ടയ്ക്ക് കണ്ടോ മോളില് സ്ഥലമുണ്ട് തോന്നുന്നുണ്ട്. മോളില് നിറയെ തിരക്കുണ്ട്. ഞാൻ കണ്ടേ. ആണോ? അറിയാലോ. അത് തിരക്കുകളുണ്ട്. പുതിയ കടയും കൂടെ അല്ലേ, എല്ലാരും കഴിക്കാൻ വരില്ലേ. അപ്പൊ ഭയങ്കര അറിയില്ല, പക്ഷെ നല്ല തിരക്കുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോർ പോകാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് ഇതാ ലിഫ്റ്റ് കയറുന്നുണ്ട്. അമ്പോ എന്തത് ഇവിടെ അടാറ് തിരക്കടോ, ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നു ക്യാമറ. ശരിക്കും ഇത് നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് കഴിക്കാനുള്ള സ്ഥലമല്ല, ഇത് വെയിറ്റിംഗ് ഏരിയ. അതന്നെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെന്താ വെച്ചാൽ ഉള്ളില് സ്പേസ് ഉണ്ട് നല്ലോണം. ഉള്ളിൽ വലിയ സ്പേസ് ആ കടയുടെ ഉള്ളിൽ കണ്ടു. പക്ഷെ അത്രയും ആൾക്കാരുണ്ട്. ഏറ്റവും മുകളിൽ പാർട്ടി ഹാള്, ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഡൈനിങ് ഹാള്, അണ്ടർഗ്രൗണ്ടിൽ കുക്കിംഗ് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട് പുറത്ത്. അയ്യോ, നമ്മള് വന്ന സമയത്തുള്ള വന്നപ്പോ നല്ല ട്രാഫിക്. അതാണെങ്കിൽ റോഡൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വൃത്തിയായിട്ടോ. ചെറിയ റോഡ് കേട്ടോ, ഇട റോഡൊക്കെ വരുമ്പോ ബുദ്ധിമുട്ട്. പിന്നെ NH എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് NH ആണോ? ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അപ്പൊ അതിന് NH 44 എഴുതി കളിക്കുന്നത്. പക്ഷെ പെട്രോൾ അടിച്ചിട്ട് അവിടെ നോക്കുമ്പോ 20 കാണിച്ചു. പക്ഷെ വന്ന വഴി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കൊരു ക്ഷീണം തോന്നും. പിന്നെ ഇറങ്ങിയ സമയം 12 ഒക്കെ കഴിഞ്ഞിട്ടില്ല ഇറങ്ങി. ഒട്ടുച്ച അടാറ് വെയില്, അതും ബൈക്കില്. കൊറോണ കഴിഞ്ഞ് അങ്ങനെയാണ് വെയിലുണ്ടായി. നോക്കട്ടെ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോ അവര് നമ്മളെ പേരൊക്കെ വിളിക്കും. നമ്മൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. വലിയൊരു ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒരു പുതിയ കട തന്നെയാണ് ചക്ര. ബുക്കാണ്, ബുക്ക് ഇതൊക്കെ നമ്മൾ വായിച്ചു. എന്താ വേണ്ടേ? മന്തി. ഓ, കാണുമ്പോ തന്നെ സുഖല്ലേ. യമൈ നോർമൽ ചിക്കൻ. യമൈ എന്നല്ലല്ലോ, അതിന്റെ ഇടയ്ക്ക് എന്നെ കണ്ടില്ല. അറേബ്യൻ പാലസ് സ്പെഷ്യൽ ചിക്കൻ. നമ്മളെന്താ ഓർഡർ ചെയ്യുന്നത്? ചക്രന് ഹണി ചില്ലി വേണോ? തീരുമാനിച്ചോ? നമ്മള് പ്ലാൻ മാറ്റി. ഏതാക്കി പ്ലാൻ? നമ്മള് പ്ലാറ്റർ പറയാന്ന് വിചാരിച്ചു. 4 പ്ലാറ്റർ. എന്തൊക്കെയുണ്ട്? അൺലിമിറ്റഡ് റൈസ്, യമൻ ചിക്കൻ ക്വാർട്ടർ, അറേബ്യൻ സ്പെഷ്യൽ ഗ്രീൻ ചില്ലി അൽഫാം ക്വാർട്ടർ, സ്പെഷ്യൽ മട്ടൺ ക്വാർട്ടർ. നമുക്ക് പെപ്സി വേണ്ട. പെപ്സിക്ക് പകരം നമുക്ക് ഇത് മതി, വേറെ ഈ 4 പ്ലാറ്റർ മതി.
അതിന് യമനി ഇല്ലായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ 3 ക്വാർട്ടർ ഓർഡർ ചെയ്തു. ഏതൊക്കെ ഓർഡർ ചെയ്തത്? ചിക്കൻ ഓർഡർ ചെയ്തില്ല നീ? എനിക്ക് സ്പെഷ്യൽ ചിക്കൻ ഓർഡർ ചെയ്തു, മട്ടൺ ഓർഡർ ചെയ്തു, പിന്നൊരു അൽഫാം ഗ്രീൻ ചില്ലി. അത് ഇച്ചിരി എരിവുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതിന് മുന്നേ എന്തറിയോ, ഇപ്പൊ ഒരു ഇവിടുന്ന് സൂപ്പ് കിടന്നത്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു സൂപ്പ്. എപ്പോഴും അത് എപ്പോഴും ഇവിടുത്തെ സിഗ്നേച്ചർ ആണ്. വന്നു കഴിഞ്ഞാൽ കുടിക്ക്. അത് നമ്മൾ മറ്റേ എറണാകുളത്ത് നിന്ന് കുടിച്ച പോലെ തന്നെ ആയിരിക്കും. വ്യത്യാസം ഉണ്ടോന്ന് അറിയില്ല. ചിക്കനാന്നല്ലേ പറഞ്ഞു? ചിക്കൻ അത് കൊള്ളാം, അടിപൊളിയത്. സ്റ്റോക്ക് വെച്ചിട്ട് അടിപൊളി. ഇത് കട്ടിയുണ്ടോ ചിക്കന്? നല്ല സാധനമാണ് ഗൈസ്. നല്ലോണം കൊഴുപ്പുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. തിക്ക് സാധനം കാണുമ്പോൾ ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്നെങ്കിലും പൊളിയാണ്. അടിപൊളിയാണ്, തൊണ്ടയ്ക്കൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടത്. അതുപോലെ അവർ നെയ്യോ കൊണ്ടുവച്ചിട്ടുണ്ട്, കെച്ചപ്പുണ്ട്, പിന്നെ മറ്റേ ചില്ലി. നമുക്ക് ഡെസേർട്ട് ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചു. നമ്മൾ ആദ്യം ഇത് വന്നിട്ട് വാങ്ങിയിട്ട് അത് കഴിക്കട്ടെ. കാരണം അത് കഴിഞ്ഞിട്ട് ഡെസേർട്ടിന് വേറെ മെനു അത് അപ്പോഴേക്കും കൊണ്ടുവരും. കാരണം ഇതെന്താ പറയുക, കുറച്ച് നേരം തന്നെ ഇരിക്കണം. അൽഫാമൊക്കെ വരണമെങ്കിൽ തന്നെ തിരക്കുണ്ട്. അതിനനുസരിച്ച് അവർ അപ്പത്തിന് ഉണ്ടാക്കി തരും. അപ്പൊ നമ്മളിത് കുടിക്കട്ടെ. ചിക്കനാണോ മട്ടനാണോ? ആ ചേട്ടൻ നമുക്ക് വിളമ്പിത്തരുന്നു. ഓ ചക്രു മട്ടനാണല്ലേ പറഞ്ഞേ? ഓ അതിന്റെ സന്തോഷ മുഖത്ത് മൊത്തം. ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്ക്. മട്ടൻ കിട്ടിയപ്പോ ചക്കുന്ന മുഖത്ത് വെളിച്ചം കണ്ടോ? ആയിന്ന് ചോറും കറിയും കൂട്ടി കഴിക്കണ പോലെ കഴിക്കണം. കൊള്ളൂല? അടിപൊളി. അവിടുത്തെ പോലെ തന്നെ അല്ലേ? ഇതാണ് മന്തി. ചക്രു ഇതാണ് മന്തി. ഇതാണ് ഞാൻ ബാംഗ്ലൂർ കാട്ടുന്ന മന്തി. മതി, ഞാൻ കഴിക്കട്ടെ. എന്റെ പ്ലേറ്റ് ഉണ്ടോ? എനിക്ക് സ്പെഷ്യൽ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് തന്നിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ കഴിക്കട്ടെ. കൊള്ളാം. അവിടെ റൈസ് നല്ല ഉണ്ടോ? നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മട്ടൻ നോക്ക്. ഇതാണ് മന്തി കേട്ടോ. കാരണം എന്നറിയോ, നമ്മള് മന്തി കഴിക്കുമ്പോ കുറെ മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറെ മട്ടൻ നോക്ക്. അതുണ്ടോ? മട്ടനെ വെന്തിട്ടുണ്ട്, അടിപൊളി. സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഇതെന്താ ചക്രു? അത് മട്ടൻ. ഇത് മട്ടനാണോ? ദൈവങ്ങൾ ഇത് നോക്ക്. സൂന്ന് കൊണ്ട് പോണടാ. നല്ലോണം ലൈറ്റുണ്ട്. നോക്കട്ടോ. മട്ടനൊക്കെ അടിപൊളിയും അങ്ങനെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഫ്ലേവർ നല്ല ഉണ്ട് ചോറിനും. മട്ടൻ ചിക്കൻ കഴിച്ചു നോക്കിയോ? ഓ എൻ്റെ അമ്മയെ ചൂട്, അമ്മാതിരി ചൂട്. ഓ നോക്ക്. അത് നല്ല ഉണ്ടോ? കാന്താരിയൊക്കെ വെച്ചിട്ടോ. ഈ ചിക്കൻ പൊന്നമ്മണി. അങ്ങനെയല്ല, ചിക്കൻ മാത്രം കഴിക്കണം. അത് വേറെ ടേസ്റ്റ്. ചിക്കൻ മാത്രം കഴിച്ചു നോക്ക്. നല്ല മാംസമുള്ള ഭാഗം എടുത്തിട്ട്. അടിപൊളി മസാല. എന്തൊക്കെയോ ഒരു വെറൈറ്റി കേട്ടോ. പിന്നെ പറഞ്ഞല്ലോ, അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും വാങ്ങാം. റൈസ് നമ്മൾ നോക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോകണമെങ്കിൽ കമ്മനഹള്ളി ഭാഗത്ത് ഗൂഗിളിൽ നോക്കിയാൽ മതി. ബാംഗ്ലൂർ കമ്മനഹള്ളി ഭാഗത്താണ് വന്നിരിക്കുന്നത്. വരിക, കഴിക്കുക. അല്ലെങ്കിൽ മറ്റേ കൊച്ചിയില് ഇടപ്പള്ളി. അത് പിന്നെ മിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ് തോന്നുന്നത്. ബാംഗ്ലൂർ ഇവിടെ വന്ന് കഴിയും. ട്രൈ ചെയ്യണം കേട്ടോ. ഒരു വട്ടം കഴിച്ചാൽ മസ്റ്റ് കേട്ടോ. അടുത്തത് ഇതെന്ത് ചിക്കൻ? ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലി ട്രൈ ചെയ്തില്ല. അത് മാത്രമേ ഉള്ളൂ. റൈസ് വാങ്ങിയിട്ടില്ല.
കാരണം ചിക്കൻ കൂടി കഴിയുമ്പോഴേ പൊട്ടിക്കാൻ കിട്ടല്ലോ. ഇപ്പുറത്തെ ഭാഗത്ത് നോക്ക്, അതെടുത്ത് വെച്ചു ചക്കുന്റെ പ്ലേറ്റിക്ക്. എനിക്ക് പിന്നെ തന്നാൽ മതി, ഞാൻ അടി ഉണ്ടാക്കത്തൊന്നുമില്ല. പറയാൻ പറ്റാത്ത ചക്കു, പറയാൻ പറ്റില്ല. ഈ പണ്ട് ചിലപ്പോ കുറച്ച് സ്പൈസി സാധനം പറഞ്ഞു കഴിച്ചു നോക്ക്. ഇത് മറ്റേ മണ്ടയില് മറ്റേ ഇതാണ് പച്ചക്കുരുമുളക് അരച്ചത്, അതല്ലേ ഗ്രീൻ ചില്ലി. ഫ്ലേവേഴ്സ് ഉണ്ടാവും നല്ലോണം അല്ലേ? കൊള്ളാവോ? നാരങ്ങയും പച്ചമുളകും കൂടെ അരച്ചിട്ട് എനിക്കറിയില്ല കേട്ടോ. നാരങ്ങയുടെ ഫ്ലേവർ നല്ലോണം. പച്ചക്കുരുമുളക സംഭവം മേളിലൊക്കെ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ മട്ടൻ അടിപൊളി. അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതോ അല്ലേ? എല്ലൊക്കെ വേറെ കിടക്കുന്നു എല്ലാം അടിപൊളിയാണ്. ചിക്കനും കൊള്ളാം, രണ്ടും കൊള്ളാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മട്ടൻ. പക്ഷെ എനിക്ക് ചിക്കനും ഇഷ്ടപ്പെട്ടു. പക്ഷെ മട്ടനാണ് ഫസ്റ്റ് എന്നുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് ഒക്കെ ഇരിപ്പിട്ടുണ്ട്. എന്തൊരു സാധനം ഇതുണ്ടോ? എന്തൊരു സാധനം ചോദിച്ചത് ഇതാണ് സാധനം. എന്താ? മാംഗോ ട്രീസ് ലെച്ചസോ? ആ, മാങ്ങാ മരത്തിൽ ഉണ്ടാവണം എന്തോ സാധനം. അങ്ങനെന്തോ സദ്യ ക്രീമാണ്. എന്നിട്ട് മഞ്ഞ ഇതൊക്കെ പോലെ കഴിച്ചു. മധുരമുണ്ട്, പക്ഷെ മാംഗോന്റെ ഫ്ലേവർ ഉണ്ട്. പഴുത്ത മാങ്ങയുടെ മറ്റേതില്ലേ മറ്റേ കുപ്പിയിലുള്ള അതുപോലത്തെ അങ്ങനത്തെ ഒരു ഫ്ലേവർ ഉണ്ട്. ചെരിച്ചിട്ടൊക്കെ വെള്ളമൊക്കെ ചെരിച്ചു കൊടുക്കും. കഴിച്ചോക്ക്. ചക്രൂന് ഇഷ്ടപ്പെടും. ചക്രു പറയും കുറച്ചും കൂടെ മധുരം വേണമായിരുന്നു എന്ന് പറയും ചിലപ്പോ. ഇപ്പൊ നല്ല മധുരത്തിന്റെ ആളാ അല്ലേ? നല്ലേ? ക്രീമാണ് സംഭവം, പക്ഷെ നമുക്കത് തോന്നൂല. അയ്യോ വെറും ക്രീമാണോ അങ്ങനെ തോന്നൂല. അടിയിൽ എന്തോന്നു ഇതിന്റെ താഴെ? എന്താ ചക്രൂന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്ക് പോലെ എന്തോ സാധനം ഉണ്ടാക്കിയിട്ട് അതിന്റെ അടിയിൽ അടിപൊളിയല്ലേ? അടിപൊളി. ഇനി ഞാൻ തിന്നോ? അങ്ങോട്ട് മാറ്റി മാറ്റി തിന്നോണ്ടിരിക്കുകയാണ്. ഇതെന്താ ചക്ര അടുത്തത്? കഴിച്ചു തളർന്നു. ഇനി കുടിച്ചു തളർന്നു. ഇതെന്താ സാധനം? എന്താ ഓർഡർ ചെയ്തത്? ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കും. യെസ്. ഇതെന്താ സാധനം? മൊജിത്തോ. സ്പെഷ്യൽ എന്തെങ്കിലും? സാധാ മൊജിത്തോ. നല്ല അടാറ് വലിപ്പം. നല്ല വലിപ്പുണ്ട്. നിന്റെ കയ്യിൽ എത്ര ഉണ്ട്? ആ സത്യം. പിന്നെ അതിൽ സ്ട്രോയും നമ്മൾ കഴിച്ചു കഴിഞ്ഞോണ്ടേ വയറിച്ച് ടൈറ്റ് ആയതുകൊണ്ട് മറ്റേതിന് സോഡയാണോ ഒഴിച്ചക്കട? സ്പ്രൈറ്റാ നോക്കട്ടെ. സത്യല്ലേ നല്ല വലിപ്പുണ്ട്. ഇന്നലെ ഒരു ഫ്ലേവർ കുത്തി കൊണ്ടല്ലോ. എന്താ? എന്തൊരു ഫ്ലേവർ വെച്ചിട്ടുണ്ട്. മുന്തിരിയോ എന്തോ ഗ്രേപ്പാണോ? അതിന്റെ ഒരു നന്നായിട്ടുണ്ട്. ബില്ല് വന്നു. നമുക്ക് ഇത്രയാണ് ആയത്. 1215 രൂപ. പക്ഷെ അത് ബാംഗ്ലൂര് നല്ല. പക്ഷെ ആ പൈസക്കുള്ള ഫുഡ് ഉണ്ട്, വെർത്താണ്. നമ്മൾ ഒറ്റ വൈകിട്ട് വന്നത് അതുകൊണ്ടാണ്. നമ്മള് പിന്നെ നാളേക്ക് മറ്റന്നാൾക്ക് മാറ്റി വെച്ചാൽ പിന്നെ കിട്ടൂല. ചെക്കന് ഓഫീസൊക്കെ തുടങ്ങി പിന്നെ നമുക്ക് ഇതായി പോവും സമയം. അത് ഇതൊക്കെ കൊണ്ട് ശരി ഞായറാകുമ്പോ തന്നെ പണി. ഇതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറയുന്നത്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് പൈസ ചെലവാണത്. അടിപൊളി ഫുഡ്, അടിപൊളി. ഇന്നത്തെ ദിവസം ഇത് മതി. ഇറങ്ങൂ. എവിടെ? ഇതല്ലേ ഒരു ഫ്ലോർ? ഇവിടെയും കഴിക്കാനുള്ള ആൾക്കാരുണ്ടല്ലേ? ഇവിടെയും ഫുള്ളാണ് ചക്രു. എവിടെ ഫുള്ളാണ്? സത്യത്തിൽ നമ്മള് കഴിച്ചത് രണ്ടാമത്തെ നിലയിലാണ് കേട്ടോ. ഇത് ഒന്നാമത്തെ നില അതേ സ്ഥലം, അതേ ഒരു വ്യത്യാസമില്ല, അതേ സംഭവം. താഴെ ഇതുപോലെ സ്ഥലമുണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ പോലെ. എൻ്റെ വന്നപ്പോ നല്ല വെളിച്ചം. നല്ല ചക്രു വന്നപ്പോഴേ നല്ല വെയിലായിരുന്നു. ഇപ്പൊ വെയിലൊക്കെ പോയി.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏത് വഴി പോകും? എന്താടാ അത് വഴി? നിറയെ വണ്ടി. എവിടെ കിടക്കണം? വാ കുറച്ചങ്ങോട്ട് പോവാം. വാ. അപ്പതാ കഴിഞ്ഞു. റോട്ടിൽ കൂടെ ഉലാത്താണ് നമ്മുടെ റോഡ് കാണിച്ചിരുന്നു. വയറും മനസ്സും ശാന്തമായ ഇടം. ഇവിടേക്ക് വണ്ടികളുണ്ട്. എവിടെയെങ്കിലും ഒരു ബെഡ് കണ്ട അവിടെ കിടക്ക അങ്ങനെ. അയ്യോ 24/7 എമർജൻസി എന്തോ ഒരു ക്ലിനിക്കാണിത്. ലാബോ ഹോസ്പിറ്റലോ? അയ്യോ ഇത് ഓർത്തോടെ ഇതാണല്ലേ, ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടി വെച്ചേക്കണത്. ഇവിടുന്ന് വണ്ടി എടുക്കണം, എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകണം. അതെ, ഒരു 20 കിലോമീറ്റർ തിരിച്ചോടണം. നോക്കി ഇറങ്ങും. അപ്പൊ നമ്മളിപ്പോ നമ്മള് ട്രാവൽ ചെയ്ത് വന്നതിനനുസരിച്ചുള്ള അയ്യോ അടിപൊളി, എല്ലാം നല്ലായിരുന്നു. എന്തോ ഓരോ സാധനങ്ങളും പോലും അയ്യോ ഇത് മോശമായി പോയല്ലോ എന്ന് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇവരിത് ഓപ്പൺ ആക്കിയിട്ട് 1 മാസം ആയിട്ടില്ല ഇവിടെ. ഇപ്പൊ നമ്മൾ കഴിച്ചില്ല ആ സ്ഥലത്ത്. പിന്നെ ഇവര് ബാംഗ്ലൂർ തന്നെ കുറെ സ്ഥലങ്ങൾ പറയുന്നുണ്ട്, ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഒക്കെ വരുന്നുണ്ട് ബ്രാഞ്ചുകള്. അതുപോലെ ട്രിവാൻഡ്രത്ത് വരുന്നു എന്നൊരു അവര് പറഞ്ഞിട്ടുണ്ട്, ട്രിവാൻഡ്രത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട് ബ്രാഞ്ച്. പിന്നെ ഇവര് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവരെ ഫുഡ് ആയാലും അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. അറേബ്യൻ പാലസിന്റെ റൈസും സാധനങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ ടച്ച് ഉണ്ട് അവരുടെ. നമ്മൾ ചോദിച്ച ഇടപ്പള്ളിയിലുള്ള പോലെ അവിടെ മറ്റേ അൺലിമിറ്റഡ് റൈസ് ആണ്. അപ്പൊ ഇവിടെ അൺലിമിറ്റഡ് ആണോ എന്ന് നമുക്കൊരു സംശയമായിരുന്നു, ഉറപ്പില്ലല്ലോ നമുക്ക്. പക്ഷെ വന്നപ്പോ ഇവിടെ അൺലിമിറ്റഡ് ആണ്. റൈസ് വാങ്ങില്ല, അങ്ങനെ അറിഞ്ഞു. പിന്നെ ലാസ്റ്റ് കുറച്ച് നമുക്ക് ചിക്കൻ കുറച്ച് ബാക്കി നമ്മളത് പാഴ്സൽ ചെയ്ത് എടുക്കുക ചെയ്തത്. കാരണം അത്രയ്ക്കും ഉണ്ട്, നമുക്ക് രണ്ടും കൂടെ തികയില്ല. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോ അത്രയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര നന്നായിരിക്കും. അപ്പൊ എന്താ പരിപാടി? ഇനി വീട്ടിൽ പോവാ, മെല്ലെ പോവാ, എന്നിട്ട് പോവാ ഉറങ്ങുക. ശനി ഞായറൊക്കെ എങ്ങനെ പോട്ട് അല്ലേ ചക്ര? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയൊരു മന്തി വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ.